സത്സംഗ് വിത്ത് ഋഷി എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോ ഗ്രാറ്റിറ്റ്യൂഡ് പ്രയർ ആയിരുന്നു. അതിന് സമാനമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ഇന്നും. ഞാൻ ഹോപ്പണോപോനോനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ ബേസിക് പ്രാക്ടീസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഗുരുപൂർണിമ ദിവസമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ കാണുന്നവർക്ക് ഒരു നന്ദി സൂചകമായിട്ട് ഞാൻ ഹോപ്പണോപോനോയുടെ അഡ്വാൻസ്ഡ് പ്രയറിന്റെ മലയാളം ട്രാൻസ്ലേഷൻ തന്നെ ഇന്ന് പറയുകയാണ്. മോർന സിമിയോനോയുടെ അഡ്വാൻസ്ഡ് ഹോപ്പണോപോനോ പ്രയർ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ തന്നെ ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ അത് ചെയ്യുമ്പോഴാണ് അതിന്റെ കൂടുതലായിട്ട് അതിന്റെ എഫക്റ്റ് നമുക്ക് ഉണ്ടാവുക. നമ്മുടെ സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് നടന്നിട്ടുള്ളത് നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഭാഷയിൽ തന്നെ അത് ചെയ്യുമ്പോൾ കൂടുതൽ എഫക്റ്റ് ആയിരിക്കും എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഷ. സോ ഈ ഒരു ഹോപ്പണോപോനോ പ്രയർ കൂടുതലായിട്ടും റിലേഷൻ, ഒരുപാട് ഡിഫറെന്റ് ചെയിൻ പോലെ തന്നെ പ്രയേഴ്സ് ഉണ്ട്. കൂടുതലും സ്പിരിച്വൽ ആണ്. ഈ ഒരു പ്രയർ റിലേഷൻഷിപ്സിലാണ് ഉപയോഗിക്കുന്നത്. എന്ത് റിലേഷൻഷിപ്പ്? പ്രണയബന്ധങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. റിലേഷൻഷിപ്പ് മീൻസ് നമുക്ക് വർക്കിലുള്ള റിലേഷൻഷിപ്പ്, ഭർത്താക്കന്മാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതേപോലെ അതായത് ഓൾറെഡി അവർ തമ്മിലൊരു ബോണ്ട് ഉണ്ട്, പക്ഷെ എന്തൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും കൊണ്ട് അത് വരാതിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു പ്രോസസ്സിലാണ് നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്ന പ്രോബ്ലംസിനെ ലഘൂകരിക്കാൻ, അതിനെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കാൻ നമുക്കറിയാം ഹോപ്പണോപോനോയുടെ മെയിൻ ബേസ് എന്ന് പറയുന്നത് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഒരു പ്രശ്നം ഉണ്ടാവുന്നത് മിക്ക ആൾക്കാരും എന്താ വിചാരിക്കുന്നത്? നമ്മളുടെ പ്രശ്നമില്ല, അത് അയാൾ കാരണമാണ് പ്രശ്നം ഉണ്ടായത്, എനിക്കൊരു പ്രശ്നമില്ല. ഉറപ്പായിട്ടും ചെറിയ രീതിയിലെങ്കിലും എല്ലാ പ്രശ്നത്തിലും നമ്മളുടെയും ഒരു ഇടപെടൽ വളരെ ചെറിയ രീതിയിലെങ്കിലും ഉണ്ടാവും, മൈന്യൂട്ട് രീതിയിലെങ്കിലും ഉണ്ടാവും. നമ്മുടെ ഭാഗത്താണ് എല്ലാം ശരി, പക്ഷെ അയാൾ പറഞ്ഞ രീതിയിൽ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്കത് അയാളെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പല 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 ബാറിങ് എ ഫ്യൂ കേസസ്, മിക്ക കേസിലും നമ്മളുടെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടാണ് ഈ പ്രയർ ചാൻറ്റ് ചെയ്യേണ്ടത്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രയറാണ്. ഇതിന്റെ ഡീപ്പായിട്ടുള്ള ടെക്സ്റ്റ് വേർഷൻ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടുന്നുണ്ട്. കമ്മ്യൂണിറ്റിയിൽ ഇവിടെ ഞാൻ ഇന്ന് ചാൻറ്റ് ചെയ്യാണ്. കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ ഇതിന്റെ ലോങ് വേർഷനും ടെക്സ്റ്റ് വേർഷനും ഒക്കെ ഒന്നുകിൽ യൂട്യൂബ് ആയിട്ടോ, ടെക്സ്റ്റ് വേർഷൻ ഉറപ്പായിട്ടും കമ്മ്യൂണിറ്റിയിൽ ചേരാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ടെക്സ്റ്റ് രൂപത്തിലുള്ള ഇത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രയർ, അഡ്വാൻസ്ഡ് പ്രയർ നിങ്ങൾ ചാൻറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റ് ആണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രയറാണ് ഈ ഹോപ്പണോപോനോ. ഇന്ന് തരാൻ പോകുന്ന ഹോപ്പണോപോനോ നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി അത് ചാൻറ്റ് ചെയ്യാം. നമ്മളിത് ചാൻറ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് എൻ്റെ സുപ്പീരിയറുമായിട്ടൊരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ആ സുപ്പീരിയറിനെ മനസ്സിൽ അടുത്തിരിക്കുന്നതായിട്ട് വിചാരിക്കുക. അതേപോലെ ദൈവം സാക്ഷിയാണെന്ന് വിചാരിക്കുക. ഡിവൈൻ ഇസ് എ വിറ്റ്നസ് ടു ഓൾ എന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ അയാളോട് പറയുന്നതാണ് ഈ പ്രയർ. മനസ്സിലായോ? അപ്പൊ അത് വളരെ ആത്മാർത്ഥതയോടുകൂടി പറയണം. ഒരു പ്രാവശ്യമൊന്നുമല്ല പറയേണ്ടത്. ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും തോന്നത്തില്ല. ഡീപ്പായിട്ട് കുറെ പറയുമ്പോൾ നമ്മുടെ ഹാർട്ടൊന്ന് ചെറുതായിട്ട് ഓപ്പൺ ആവും. അപ്പോൾ ഫീലോടുകൂടി പറയണം. അല്ലാതെ നമ്മൾ ചില ആൾക്കാർ കണ്ടിട്ടില്ല, വാട്സപ്പിലൊക്കെ നോക്കിയിട്ടാണ് പല ചാൻറ്റും. അങ്ങനെ ചെയ്യരുത്. വളരെ ഹൃദയം തുറന്ന് അത് ജപിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ പ്രയറിലേക്ക് പോകാം. ഞാനിവിടെ ചാൻറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ചാൻറ്റ് ചെയ്യുന്ന സമയത്ത്. നിങ്ങൾ എല്ലാവരും അത് കേൾക്കുക, കേട്ട് പഠിക്കുക. അതിന്റെ ഫുൾ ഒരു വേർഷൻ ഞാൻ ഇടുന്നുണ്ട് ഒരു പ്രാവശ്യം. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ ഞാൻ തന്നെ ചെയ്തതാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ആ പ്രയറിന്റെ മലയാളം ട്രാൻസ്ലേഷൻ. നിങ്ങൾക്കത് വളരെ ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകാം. ദൈവിക സൃഷ്ടാവേ, പിതാവേ, മാതാവേ, പുത്രനെ ഒന്നായി, ഞാൻ എൻ്റെ കുടുംബം, ബന്ധുക്കൾ,
പൂർവികരും. നിങ്ങളെ, നിങ്ങളുടെ കുടുംബം, ബന്ധുക്കളെ, പൂർവികരെ ചിന്തകളാലും വാക്കുകളാലും കൃത്യങ്ങളാലും പ്രവൃത്തികളാലും ഞങ്ങളുടെ സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നുവരെ അപമാനിച്ചുവെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഈ പ്രാർത്ഥന അതിനെല്ലാം ശുദ്ധീകരിക്കട്ടെ, പരിശുദ്ധമാക്കട്ടെ, വിടുതൽ നൽകട്ടെ. എല്ലാ നെഗറ്റീവ് ഓർമ്മകളും തടസ്സങ്ങളും ഊർജങ്ങളും വൈബ്രേഷനുകളും മുറിഞ്ഞു പോകട്ടെ. ഈ അനാവശ്യ ഊർജങ്ങളെ ശുദ്ധമായ ദൈവീക പ്രകാശമായി മാറ്റട്ടെ. ഇത് ചെയ്തു കഴിഞ്ഞു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു. ദൈവീക സൃഷ്ടാവേ, പിതാവേ, മാതാവേ, പുത്രനെ ഒന്നായി ഞാൻ, എൻ്റെ കുടുംബം, ബന്ധുക്കൾ, പൂർവികരും നിങ്ങളെ, നിങ്ങളുടെ കുടുംബം, ബന്ധുക്കളെ, പൂർവികരെ ചിന്തകളാലും വാക്കുകളാലും കൃത്യങ്ങളാലും പ്രവൃത്തികളാലും ഞങ്ങളുടെ സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നുവരെ അപമാനിച്ചുവെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഈ പ്രാർത്ഥന അതിനെയെല്ലാം ശുദ്ധീകരിക്കട്ടെ, പരിശുദ്ധമാക്കട്ടെ, വിടുതൽ നൽകട്ടെ. എല്ലാ നെഗറ്റീവ് ഓർമ്മകളും തടസ്സങ്ങളും ഊർജങ്ങളും വൈബ്രേഷനുകളും മുറിഞ്ഞു പോകട്ടെ. ഈ അനാവശ്യ ഊർജങ്ങളെ ശുദ്ധമായ ദൈവീക പ്രകാശമായി മാറ്റട്ടെ. ഇത് ചെയ്തു കഴിഞ്ഞു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു. ദൈവീക സൃഷ്ടാവേ, പിതാവേ, മാതാവേ, പുത്രനെ ഞാൻ, എൻ്റെ കുടുംബം, ബന്ധുക്കൾ, പൂർവികരും നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, ബന്ധുക്കളെ, പൂർവികരെ ചിന്തകളാലും വാക്കുകളാലും കൃത്യങ്ങളാലും പ്രവൃത്തികളാലും ഞങ്ങളുടെ സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നുവരെ അപമാനിച്ചുവെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഈ പ്രാർത്ഥന അതിനെയെല്ലാം ശുദ്ധീകരിക്കട്ടെ, പരിശുദ്ധമാക്കട്ടെ, വിടുതൽ നൽകട്ടെ. എല്ലാ നെഗറ്റീവ് ഓർമ്മകളും തടസ്സങ്ങളും ഊർജങ്ങളും വൈബ്രേഷനുകളും മുറിഞ്ഞു പോകട്ടെ. ഈ അനാവശ്യ ഊർജങ്ങളെ ശുദ്ധമായ ദൈവീക പ്രകാശമായി മാറ്റട്ടെ. ഇത് ചെയ്തു കഴിഞ്ഞു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു.